കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ പോകുന്ന വഴിയാണ്. ഏത് സമയവും ഈ കാട്ടാനകൾ വീണ്ടും റോഡിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ ജാഗ്രത പുലർത്തുകയാണ്. നിരവധി യാത്രക്കാർ പോകുന്ന വഴി, അതിന് ഏകദേശം 50 മീറ്റർ സമീപത്താണ് ഇപ്പോഴും 2 കാട്ടാനകൾ തമ്പടിച്ചിരിക്കുന്നത്. തീറ്റയ്ക്ക് തേടിയെത്തിയതാണ് എന്നാണ് നാം നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒരു എണ്ണപ്പനത്തോട്ടത്തിൽ കയറി ഒരു എണ്ണപ്പന മറിച്ചിട്ട് അതിൻ്റെ ശിഖിരങ്ങളെല്ലാം തിന്നതിന് ശേഷം ഇപ്പോൾ സംസ്ഥാന പാതയിലേക്ക് കയറി അതിനുശേഷം ഇപ്പോൾ വീണ്ടും കാട്ടിലേക്ക് കയറുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നാം കാണുന്നത്. ഒരല്പസമയം സംസ്ഥാന പാത തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ ആന ഇപ്പോഴും കാട്ടിലേക്ക് കയറിയെങ്കിൽ പോലും ആന ഒരു 50 മീറ്റർ ദൂരത്തിൽ മാത്രം ഇപ്പോഴും നിലയുറപ്പിച്ചിരിക്കുകയാണ്. കാട്ടാന അങ്ങോട്ട് അധികം കടന്നു പോയിട്ടില്ല. ഒരു പക്ഷേ കാട്ടാന 2 കാട്ടാനകളും തിരിച്ച് ഇങ്ങോട്ട് വരാനുള്ള സാധ്യത കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും വനവകുപ്പ് ഉദ്യോഗസ്ഥർ സമീപ പ്രദേശങ്ങളിൽ നിലയുറപ്പിച്ച് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. 2 കാട്ടാനകളും വനത്തിനുള്ളിലെ റോഡിന് സമീപം തന്നെയാണ് ഇപ്പോഴും നിലയുറപ്പിച്ചിരിക്കുന്നത്. അല്പം മുമ്പാണ് റോഡിൽ മുറിച്ചു കടക്കുകയും ഒരല്പം നേരം കാട്ടാന റോഡ് നിൽക്കുകയും അതോടുകൂടി ഇരുഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ സ്തംഭിക്കുകയും ചെയ്തു. പിന്നീട് ഒരല്പസമയം കഴിഞ്ഞ് സ്വാഭാവികമായി ആന കടന്നു പോയതിനു ശേഷമാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. അതിരപ്പള്ളി അതുപോലെ തന്നെ വാഴച്ചാൽ റൂട്ട് എന്ന് പറയുന്നത് രീതിയിൽ വിനോദസഞ്ചാര മേഖലയാണ്. കുട്ടിയാനെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ആന ഇപ്പോൾ രണ്ടും വളരെ സമാധാനപരമായി തന്നെ, ഒന്ന് നേരത്തെ വെള്ളം കുടിച്ചിരുന്നു, അപ്പോൾ സമാധാനപരമായി ആന മേഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കുന്നില്ല അല്ലേ? ചുറ്റുപാടും യാത്രക്കാരെങ്കിലും അടുത്തുണ്ടോ ആ ഭാഗത്ത്? തീർച്ചയായും കുമാർ, ഇപ്പോൾ ആന സമാധാനപരമായി തന്നെയാണ് നിൽക്കുന്നത്. പതുക്കെ പതുക്കെ കാട്ടിലേക്ക് കയറാനുള്ള ശ്രമം ആന നടക്കുന്നുണ്ട്. വനംവകുപ്പ് സൈറൻ മുഴക്കുന്നതിൻ്റെ ശബ്ദവും നമുക്ക് കേൾക്കാനാകും. വനംവകുപ്പിൻ്റെ വാഹനം എത്തി സൈറൻ മുഴക്കി കാട്ടാനകളെ കാടിനകത്തേക്ക് കയറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. നേരത്തെ റോഡിലേക്ക് കയറിയ കാട്ടാന വലിയ രീതിയിൽ ചെറിയ സമയമെങ്കിലും ഒരു പരിഭ്രാന്തി ഉണ്ടാക്കിയിരുന്നു. വാഹനങ്ങൾ സ്തംഭിച്ച് കുട്ടികൾ ഉൾപ്പെടെ വന്ന ബസ്സുകളുണ്ട്, സ്കൂളിലേക്ക് പോകുന്ന വാഹനങ്ങളുണ്ടായിരുന്നു. അതുൾപ്പെടെ റോഡരികിൽ തടഞ്ഞു നിർത്തി. അതിനുശേഷം കാട്ടാന കടന്നതിന് ശേഷം മാത്രമാണ് വാഹനങ്ങൾ കടത്തിവിട്ടത്. ഇപ്പോഴും ഏകദേശം 50 മീറ്റർ ദൂരം മാത്രമാണ് റോഡിന് സമീപത്ത് 50 മീറ്റർ ദൂരം മാത്രമാണ് 2 കാട്ടാനകളും നിലയുറപ്പിച്ചപ്പോൾ ആളുകൾ കാട്ടാനയെ കാട്ടിലേക്ക് തുരത്തി ഓടിക്കാനുള്ള ശ്രമം നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഈ പ്രദേശവാസികളെല്ലാം ചേർന്ന് കാട്ടാനയെ കാടിനകത്തേക്ക് കയറ്റിവിടാനുള്ള ശ്രമം നടക്കുന്നു. അതോടൊപ്പം വനംവകുപ്പിൻ്റെ സൈറൻ മുഴക്കി കൂടി കാട്ടാനയെ ഇവിടെ നിന്ന് തുരത്താനുള്ള ശ്രമം നടക്കുന്നു. നാം നേരത്തെ തന്നെ പറഞ്ഞത് വളരെ ശാന്തമായി നിന്നിരുന്ന ഒരു കാട്ടാനയാണ്. ശാന്തമായി നിന്നിരുന്ന കാട്ടാനയാണ്. അത് എണ്ണപ്പനത്തോട്ടത്തിൽ എത്തിയ ശേഷം ഒരു എണ്ണപ്പന മരം മറിച്ചിട്ട് എണ്ണപ്പനയിൽ നിന്നുള്ള ശിഖിരങ്ങളെല്ലാം തിന്നതിന് ശേഷമാണ് അത് പതുക്കെ സംസ്ഥാന പാതയിലേക്ക് കയറി വന്നത്. 2 കാട്ടാനകളാണ് ഉണ്ടായിരുന്നത്. ഇത് ഇവിടെ സ്ഥിരമായി അറിയില്ല. കണ്ടമാനുണ്ട്, കുറച്ച് കൂടുതൽ ഉണ്ട്, അതുകൊണ്ടായിരുന്നു പറയാൻ പറ്റില്ല. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അത് ഇടയ്ക്കിടയ്ക്ക് ഈ പ്രദേശത്ത് വരുന്ന കാട്ടാനയാണ് എന്നാണ് വ്യക്തമാക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, റോഡരികിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകരും എത്തിയിട്ടുണ്ട്. കാട്ടാന ശല്യത്തിനെതിരെ എന്താണ് നിങ്ങളുടെ പ്രധാന പ്രശ്നം? ഞങ്ങൾക്ക് നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എല്ലാ ദിവസവും ആനയാണ്. ഇപ്പൊ നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. ഒരാള് മരിച്ചിട്ട് ഞങ്ങളോട് നിൽക്കുമ്പോഴാണ് ഇന്ന് ഈ നേരത്തോടെ ആനയാണ്. ആകെ ഫോറസ്റ്റിന്റെ കയ്യിൽ ഒരു വാഹനം മാത്രമേ ഉള്ളൂ. ഇന്നിപ്പോ ഈ ചാനലുകാർ മുഴുവൻ വരുന്നതുകൊണ്ടാണ് ഈ ഫോറസ്റ്റുകാർ മുഴുവൻ വന്നത്. ഞങ്ങളുടെ വീടുകളിൽ ഞങ്ങൾക്ക് ഒരു കൃഷിയും ചെയ്യാൻ പറ്റണില്ല. ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. 3:30 മണി നേരത്തെ നിങ്ങൾക്ക് ചെന്നാൽ അറിയാം, അവിടെ അരൂർമുടി ജംഗ്ഷനിൽ 3:30 മണി നേരത്താണ് അവിടെ ആന ഇറങ്ങി നടക്കാണ്. പട്ടാപകല ആന ഇറങ്ങി നടക്കാണ്. ഈ രീതിയിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതിനൊരു ശാശ്വത പരിഹാരം ഇല്ലാണ്ട് ഇനി ഏത് സമയത്തും ഈ ആനനെ കാണുന്ന സ്ഥിതിയാണ്. എല്ലാ ദിവസവും ഉണ്ട്. ഞങ്ങൾക്ക് മെസ്സേജ് വന്നിരുന്നു ആദ്യം ആനയുള്ളപ്പോ, ആന ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ്. ഇപ്പൊ ഒരു മെസ്സേജും ഒന്നുമില്ല.
ആളുകളെ ഓടിക്കുകയാണ് മുഴുവൻ. ഏറ്റവും അധികം വിനോദസഞ്ചാരികൾ വരുന്ന സമയത്ത് ഇവിടെ നോക്കി എത്ര വണ്ടികൾ ഇപ്പൊ ഇവിടെ നിർത്തിയിട്ടു. യാതൊരുവിധ പ്രൊട്ടക്ഷനും ഇല്ല ഇവിടുത്തെ മനുഷ്യനെ വെറും പട്ടികളാക്കി കാണുന്ന ഒരു ഭരണകൂടം. അതുകൊണ്ട് ഞങ്ങൾ ഇനി ഈ വിധത്തിൽ സഹകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. വനംവകുപ്പൊന്നും ചെയ്യുന്നില്ല, നിങ്ങൾ ഈ ആനയെ നിയന്ത്രിക്കും? ഒന്നും ചെയ്യുന്നില്ല, ഒരു കാര്യം ചെയ്യുന്നില്ല. ഇവിടെ എന്താ ചെയ്യുന്നത്? എല്ലാ സമയത്തും ഞങ്ങളോട് വന്നിട്ട് പറയും നിങ്ങൾക്ക് അത് ചെയ്യും ഇത് ചെയ്യും എന്ന് പറയും. ഒരു കാര്യം ഇതുവരെയും ചെയ്തിട്ടില്ല. വെറും ഞങ്ങളെ പറ്റിക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു വളരെ ദയനീയമായ സാഹചര്യമാണ്. ഇപ്പൊ തന്നെ എത്ര പേരാണ് അതിരപ്പള്ളി പഞ്ചായത്തിന് റോഡ് ഉപരോധിക്കാനുള്ള ശ്രമമാണ് അരുൺകുമാർ ഇപ്പോൾ. കാരണം വലിയ രീതിയിലുള്ള കാട്ടാന ശല്യം. ഞാൻ നേരത്തെ തന്നെ നമ്മൾ അതിരപ്പള്ളിയിലേക്കുള്ള ഒരു യാത്രാമതിയാണ് ഇത്തരം ഒരു 2 കാട്ടാനയെ കാണുന്നത്. അപ്പോൾ തന്നെ നമ്മൾ നിർത്തി. കാട്ടാന ഒരു ഭാഗത്ത് ഞാൻ അപ്പോൾ തന്നെ സൂചിപ്പിച്ചു വളരെ ശാന്തമായി നിൽക്കുകയാണ് കാട്ടാന. പക്ഷേ പിന്നീട് അതിന്റെ തീറ്റ പൂർത്തിയായതിനു ശേഷം ഇപ്പോൾ തടഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ വിനോദസഞ്ചാരികൾ ആ വഴി ഇന്ന് വരുന്നില്ലല്ലോ അല്ലേ? വിനോദസഞ്ചാര മേഖല ആ അതിരപ്പള്ളി ഭാഗത്ത് ഒരു ദുഃഖസൂചകമായി ആദരസൂചകമായി ഇന്ന് അടഞ്ഞു കിടക്കുന്നതിനപ്പുറത്തേക്ക് ഇത് വലിയ തമിഴ്നാട്ടിലേക്ക് വാൽപ്പാറയിൽ എന്ന വലിയ വിനോദസഞ്ചാരത്തിലേക്ക് പോകുന്ന പ്രധാന റൂട്ടാണ്. ഇത് അതിരപ്പള്ളി, വാഴച്ചാൽ, മലക്കപ്പാറ, വാൽപ്പാറ അതുപോലെ തന്നെ ആ പോകുന്ന പ്രധാന പാതയാണ്, സംസ്ഥാനാന്തര പാതയാണ്. അതുകൊണ്ട് തന്നെ നിരവധി യാത്രക്കാർ ദിനം പ്രതി ഈ വഴിക്ക് കടന്ന് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വലിയ ഭയാനകമായ ഒരു സാഹചര്യം. സാഹചര്യമുണ്ട്. തീർച്ചയായും ബസ് തടഞ്ഞിട്ടിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾ ബസ് പോകുമ്പോഴേക്കും ആനകളെ കാണാറുണ്ട്. ഇവിടുത്തെ ആനയിലേക്ക് നിങ്ങൾ പലപ്പോഴും വഴിയിൽ തടഞ്ഞു കിടക്കാം. ഇതേപോലെ തന്നെ കിടക്കാറുണ്ട്, ആന വരുമ്പോൾ കിടക്കാറുണ്ട്. ഇതിനുവേണ്ടി ഈ ആനകളെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് യാത്ര സുഗമമാക്കാനോ എന്തെങ്കിലും സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ടോ വനംവകുപ്പ് അല്ലെങ്കിൽ സ്റ്റേറ്റോ? അങ്ങനെ ചോദിച്ചാൽ ഒന്നുമില്ല.